ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിലേക്ക് 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സവാളയാണ് 4 വലിയ സവാള നീളത്തിലരിഞ്ഞതും 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മല്ലിയിലയും ആവശ്യമായിട്ടുണ്ട്. സവാളയിലേക്ക് ആവശ്യമായ മസാലയാണ് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ചിക്കനിൽ ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിക്കനിൽ പിടിക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഞാൻ അടികട്ടിയുള്ള ഒരു ഉരുളിയിലാണ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇതിൽ യോജിപ്പിച്ച് നന്നായി വഴറ്റി കൊടുക്കുക. അതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളറായ സവാളയിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടെ യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച മസാലകൾ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അതിൽ യോജിപ്പിച്ച് ഒന്ന് മിക്സാക്കി അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ച 3 തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതിൽ ചേർത്തതിന് ശേഷം അതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കുക. അത് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ആ ബ്രൗൺ കളറായി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. നേരത്തെ ഉണ്ടാക്കിയ മസാലയിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇതിൽ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ അടച്ച് വെച്ച് വേവിച്ച് ഒരു 10-15 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അത് വെന്ത് വന്നതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിൽ ഒന്ന് വെന്ത് വന്ന് ഈ അരപ്പും ഒന്ന് തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള നേരത്തെ എടുത്ത് വെച്ച മല്ലിയിലയും തൂവിയാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.